ഈ എളമരം കരീം സഖാവൊക്കെ സംയുക്ത ട്രേഡ് യൂണിയനിലൊക്കെ ദേശീയ തലത്തിൽ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. കേന്ദ്രത്തിൻ്റെ പണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് കണക്കുകൾ കിട്ടിയതനുസരിച്ച് 100 കോടിയാണ് കേന്ദ്രത്തിൽ നിന്ന് വരാനുള്ളത്. അത് കൃത്യമായി അങ്ങനെ ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവ് കുറയ്ക്കുന്നു. ചില പിടിവാശികളാണ് ഇത്. ചില സംഘടനകൾ സമരം ചെയ്താലേ ഡിമാൻഡ് നേടിയെടുക്കാൻ പറ്റൂ, വേറെ ആരും സമരം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു മർക്കടമുഷ്ടിയാണ് ഇതിന്റെ പിന്നിലുള്ളത്. നമസ്കാരം. 15 ദിവസത്തോളമായി ആശാ വർക്കർമാർ അവരുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള സമരം തുടരുകയാണ്. ഇപ്പോഴും അവരുടെ ആവശ്യങ്ങൾ നിസ്സാരമായിട്ടുള്ള സർക്കാരിനെ കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ആവശ്യങ്ങളുമായി മുന്നോട്ട് അത് നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇവിടെയുണ്ട്. പല തലത്തിൽ ഈ പൊള്ളുന്ന വെയിലാണ്, അതുപോലെ തന്നെ രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ ഇപ്പോൾ അവരുടെ അവകാശത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന വീഡിയോ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അവർ ചെയ്യുന്ന ജോലി, ആശാ വർക്കർമാരുടെ ജോലി അവരിപ്പോൾ റോഡിൽ നിന്ന് ചെയ്യേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ എന്താണ് എന്ന് ചോദിക്കാം. ചേച്ചി, നിങ്ങൾ അംഗനവാടിയിലൊക്കെ ചെയ്യേണ്ട ജോലിയാണ് ഇപ്പോൾ ഇവിടെ വെച്ച് ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ടി വരുന്നത്. എന്താണ് സർക്കാരിനോട് പറയാനുള്ളത്? പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നാലും സർക്കാർ എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഡിമാൻഡ് അംഗീകരിച്ച് തരുക. ഞങ്ങളാകെ ആശാപ്രവർത്തകർ 7000 രൂപയ്ക്കാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ അതുപോലും കിട്ടാത്ത അവസ്ഥയാണ്. 3 മാസമായിട്ട് ഇവർക്ക് ആശാപ്രവർത്തകർ കിട്ടുന്നില്ല. ഇപ്പോൾ എളമരം കരീം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇത് അരാജകവാദികളാണ്, അങ്ങനെയൊക്കെയാണ്. നമ്മൾ സമരം തുടങ്ങിയ അന്ന് മുതൽ ഈ സമരത്തെ പൊളിക്കാൻ വേണ്ടിയിട്ട് സിഐടിൻ്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും ഓരോ പ്രസ്താവനകളൊക്കെ ഈ സമരത്തെ പൊളിക്കാൻ വേണ്ടിയിട്ടാണത് ഈ പറയുന്നതൊക്കെ. ഈ ഞങ്ങൾ പല അസുഖങ്ങൾ ഇവിടെ ആശാപ്രവർത്തകരുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത് വളരെ ദുരിതം പിടിച്ചൊരു ജീവിതമാണ്. ഈ ഒരു ദിവസം കിട്ടുന്ന 232 രൂപയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഒരു കുടുംബത്തിലുള്ള 3-4 പേരടങ്ങുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അവർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. എത്രയും പെട്ടെന്ന് ഈ സമരത്തിലെ ഡിമാൻഡുകൾ, ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ അത് ഉടനെ അംഗീകരിച്ച് തരിക എന്നുള്ളതാണ്. അതെ, ഫുഡൊക്കെ ഞങ്ങൾ കമ്മിറ്റി തന്നെയാണ്. ഉണ്ട്, സർക്കാരിൽ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ സമരം ചെയ്യുന്നത്. എല്ലാ ആശാപ്രവർത്തകരും എല്ലാവരും നല്ല ആവേശത്തോടു കൂടി തന്നെയാണ്. ഇത്രയും 15ാമത്തെ ദിവസമാണ്. ഈ 15ാമത്തെ ദിവസം നല്ല ആവേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എന്തായാലും അംഗീകരിച്ച് തരും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. നിങ്ങളിപ്പം സമരം തുടങ്ങിയിട്ട് 15 ദിവസമായി. അപ്പം ഈ സമരത്തിൻ്റെ ഇടയിൽ തന്നെ ആവശ്യപ്പെടാത്ത ആളുകൾക്ക് വേണ്ടി സർക്കാർ ശമ്പളമൊക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതെ അതെ അതെ. അപ്പം അത്തരം ഒരു നടപടി, അതായത് നിങ്ങൾ ഇത്രയും വലിയൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പരിഗണിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നതിനോട് സർക്കാരിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്? ഈ തുച്ഛമായ ശമ്പളം കിട്ടിക്കൊണ്ടാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അപ്പം എത്രയോ ലക്ഷക്കണക്കിന് രൂപയും ഇതൊക്കെയാണ് മറ്റുള്ള PSC ചെയർമാനും അവരൊക്കെ ഉള്ള സംഖ്യ. അപ്പം ഈ 7000 രൂപ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അത് കൂട്ടിത്തരണം. 21,000 രൂപ ഓണറേറിയം ആയിട്ട് വർദ്ധിപ്പിക്കാനും പിരിഞ്ഞു പോകുമ്പം 5 ലക്ഷം രൂപ ആനുകൂല്യം കൊടുക്കാനും അതുപോലെ പെൻഷൻ അനുവദിക്കാനുള്ള ഡിമാൻഡാണ് ഞങ്ങൾ ഉന്നയിച്ചത്. അത് തുച്ഛമായ ഒരു പൈസയാണ്. ഈ PSC ചെയർമാൻ അവർക്കൊക്കെ ഇത്രയും ശമ്പളം കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യം, അവരൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്ന ആളുകളാണ്. അത് അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. നമുക്ക് 21,000 മിനിമം ശമ്പളം കിട്ടിയേ പറ്റുള്ളൂ. ഞങ്ങൾ സർക്കാരിനോട് ചോദിക്കുന്നത് അത് തന്നെയാണ്. ഞങ്ങൾക്ക് അത് കിട്ടിയേ പറ്റുള്ളൂ. അത് കിട്ടുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും. ഞങ്ങളിവിടെ രാപ്പകലെന്നല്ല സമരം ചെയ്യുകയാണ്. ഇനി അത് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കും. സർക്കാരിൻ്റെ നീതി തരുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും. സമരം ചെയ്തുകൊണ്ടേയിരിക്കും. 15 ദിവസം നീണ്ടു നിൽക്കുന്ന സമരമാണ്. ഇപ്പോഴും നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നിങ്ങളുടെ ഈ സമരത്തിന് ഒരുപാട് ആളുകൾ, അരാജകന്മാരൊക്കെ പിന്തുണ നൽകിയിട്ടാണ് നിങ്ങൾ സമരത്തിന് ഇറങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇതിനോട് പ്രതികരിക്കാനുള്ളത്? ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകൾ ചർച്ച ചെയ്യാദ്യമേ. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള വില കുറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾ നമ്മളെ ദോഷമായിട്ട് ബാധിക്കത്തില്ല. നമ്മുടെ സമരത്തിൻ്റെ ശക്തി കൂടത്തേ ഉള്ളൂ. അവർക്കത് ഭാവിയിൽ ദോഷം ചെയ്യും. കാരണം ഇതൊരു ന്യായമായ ഡിമാൻഡ്. നമ്മൾ അനാവശ്യമായി ഒന്നും ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ സർക്കാരിനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഓണറേറിയം വർദ്ധിപ്പിക്കണം. അത് മിനിമം വേതനത്തിന് വേണ്ടിയിട്ട് ഇടതുപക്ഷം ഉൾപ്പെടെ ദേശീയതലത്തിൽ പ്രക്ഷോഭം നടത്തുന്നില്ല. ഈ എളമരം കരീം സഖാവൊക്കെ സംയുക്ത ട്രേഡ് യൂണിയനിലൊക്കെ ദേശീയതലത്തിൽ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ മറ്റൊന്ന്, നമ്മൾ 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം. 26,200 ആശമാരുണ്ടെങ്കിൽ എല്ലാവരും ഒരു വർഷം വിരമിക്കത്തില്ലല്ലോ.
വിരമിക്കുന്നത് വളരെ കുറച്ച് പേരല്ലേ, 62 വയസ്സാകുന്നത് അല്ലെ 65 വയസ്സാകുന്നത്. അപ്പോൾ അതൊരു വലിയ സാമ്പത്തിക ബാധ്യതയായിട്ട് സർക്കാരിന് വരുത്തില്ല. അപ്പോൾ ചില പിടിവാശികളാണ് ഇത്. ചില സംഘടനകൾ സമരം ചെയ്താലേ ഡിമാൻഡ് നേടിയെടുക്കാൻ പറ്റൂ, വേറെ ആരും സമരം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു മർക്കടമുഷ്ടിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതിൽ നിന്നുണ്ടാകുന്നതാണ് ഈ അഭിപ്രായ പ്രകടനങ്ങളെല്ലാം. ആ പറയുന്ന ആളുകൾ ആലോചിക്കണമെന്നുള്ളതാണ്. കാരണം അദ്ദേഹം വളരെ തലമുതിർന്ന ഒരു ട്രേഡ് യൂണിയൻ നേതാവാണ്. ഒരു വിഭാഗം തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ അത് തികച്ചും ന്യായമായ ഡിമാൻഡുകളായിരിക്കും. ആ സമരത്തിനെതിരായിട്ട് പറയുമ്പോൾ സമൂഹം അതിനെ എങ്ങനെ വിലയിരുത്തും? അവരുടെ യൂണിയനിൽ തന്നെയുള്ള തൊഴിലാളികളെ അവരെങ്ങനെ തൃപ്തിപ്പെടുത്തും, അല്ലെങ്കിൽ അതെങ്ങനെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും? ഇപ്പോൾ നമ്മുടെ സമരം തുടങ്ങിയതിന് ശേഷം ഒരു 4-5 ദിവസം കഴിഞ്ഞ് കാസർഗോഡ് വെച്ച് CIT യൂണിയൻ്റെ ഈ ആശാവർക്കർമാരുടെ യൂണിയൻ്റെ അവരുടെ സംസ്ഥാന കൗൺസിൽ മീറ്റിങ്ങിൽ അവർ വെച്ചിരിക്കുന്ന ഡിമാൻഡ് ആശാവർക്കർമാരെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ യൂണിയനും അത് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇവരെ സ്ഥിരപ്പെടുത്താൻ പറ്റത്തില്ല, ഞങ്ങൾ വ്യാമോഹിപ്പിച്ച് ഇവരെ വിളിച്ചോണ്ട്. അപ്പോൾ അവർ 15,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ ആരോട് ആവശ്യപ്പെടുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റിനോടാണോ? കേന്ദ്ര ഗവൺമെൻറ് അല്ല ഓണറേറിയം കൊടുക്കുന്നത്, സംസ്ഥാന ഗവൺമെൻറ് അല്ലേ. 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അത് അപ്പോൾ അവർ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കേന്ദ്രത്തിനോട് ആവശ്യപ്പെടുന്നു പറഞ്ഞിട്ടാണല്ലോ ഇപ്പം ഇങ്ങനെ ഓരോ നേതാക്കൾ വരുന്നത്. അപ്പം നിങ്ങളെ സമരത്തിന് അത് കൃത്യമായിട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്ത് കേന്ദ്രത്തിൽ നിന്നോ? കേന്ദ്രത്തിൻ്റെ പണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് കണക്കുകൾ കിട്ടിയതനുസരിച്ച് 100 കോടിയാണ് കേന്ദ്രത്തിൽ നിന്ന് വരാനുള്ളത്. അത് കൃത്യമായി അങ്ങനെ ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവ് കുറയ്ക്കുന്നു അങ്ങനെയല്ലല്ലോ. NHM-ന് വേണ്ടിയിട്ട് ബൾക്കായിട്ടാണ് ഫണ്ട് കൊടുക്കുന്നത്. ഇപ്പോൾ എന്തോ 900 കോടി കൊടുത്തെന്നാണ് പറയുന്നത്. അതിനകത്ത് നീ 100 കോടി കിട്ടാനുള്ളത് മാത്രം ആശാവർക്കർമാർക്ക് കൊടുക്കാനുള്ള വേതനമാണെന്ന് പറയുന്നത്. അതിനകത്ത് യുക്തി എന്താണ്? അങ്ങനെ ഇനം തിരിച്ചൊന്നും അല്ല അവിടുന്ന് കാശ് കൊടുക്കുന്നത്, ബൾക്ക് ഫണ്ടാണ്. അതുകൊണ്ടാണ് മറ്റ് സ്റ്റേറ്റുകൾ പലയിടത്തും ഇത് ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്നത്. ഏകീകൃതമായ ഓണറേറിയം അല്ലല്ലോ ഓരോരിടത്തും ഉള്ളത്. ഓരോ സ്റ്റേറ്റിനും തീരുമാനിക്കാൻ കിട്ടുന്നതിന് അതിന് എത്ര കൊടുക്കണമെന്നുള്ളത്. ഇപ്പോൾ ബംഗാളിൽ 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കുന്നുണ്ട്, അവരെങ്ങനെ കൊടുക്കുന്നു? അപ്പോൾ ഇത് ഫ്ലെക്സിബിളാണ്, സ്റ്റേറ്റിനെ തീരുമാനിക്കുക. അപ്പോൾ ഈ സമരം കണ്ട് ഇതിന് കിട്ടുന്ന അത്ഭുതകരമായ പിന്തുണ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, പൊതുജനങ്ങൾ നൽകുന്ന പിന്തുണ, ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ തിമിരം ബാധിച്ച ആളുകൾ ഒഴികെ മറ്റെല്ലാവരും ഈ സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. വലിയ ജനകീയ പിന്തുണയാണ് ഈ സമരത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ദേഷ്യം വന്നിട്ടോ അല്ലെങ്കിൽ അത് അവരെ ഭയപ്പെടുത്തുന്നു, അതുകൊണ്ട് വരുന്ന ജൽപ്പനങ്ങളാണിത്. അതിനപ്പുറത്തൊന്നും ഞങ്ങൾ കണക്കാക്കുന്നില്ല. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയല്ലോ. ജനങ്ങൾ ഒന്നിച്ച് സംഘടിതമായി വരുന്ന എല്ലാ സമരങ്ങളിലും എല്ലാ കാലത്തും, ഇടതുപക്ഷമൊന്നുമല്ല, എല്ലാ കാലത്തും ഇവർ ഭരിക്കുന്ന ആളുകളെന്നുള്ളതല്ല, എല്ലാ കാലത്തും ഇതുപോലെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാറുണ്ട്, ഇതുപോലെ കള്ളങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവനെ കാണുന്നത്. അല്ലാതെ നമ്മുടെ സമരത്തിൽ നിന്ന് നമ്മൾ പിന്മാറില്ല. ഇതൊന്നും കേട്ടോണ്ട് നമ്മളിവിടെ ഉണ്ടാകും. ഇതിപ്പം ഈ ആരോപണങ്ങൾ പറയുമ്പോൾ തന്നെ അത് നിങ്ങളിപ്പോൾ 15 ദിവസത്തോളം ശക്തമായിട്ടുള്ള ഒരു സമരം നടത്തുമ്പം വേറൊരു സംഘടന അല്ലെങ്കിൽ വേറെ കുറച്ച് ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിന് ഇറക്കി എന്നൊക്കെ പറയുമ്പോൾ അത് സമരത്തിനെ ബാധിക്കില്ലേ? ഇല്ല, അത് കേൾക്കുന്നതിനനുസരിച്ച് സമരത്തിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. എന്ത് സ്ത്രീകളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ബോധമില്ലേ? അവരെന്താ ചെയ്യുന്നതെന്നുള്ളത് നല്ല കൃത്യമായ ബോധമുള്ള ആളുകളാണ്. ഇവിടെ വന്നിരുന്ന് ഈ വെയിൽ കൊള്ളുന്നത് എന്തിനാണെന്ന് നല്ല ബോധമുണ്ട്. ആരെങ്കിലും ആട്ടിത്തെളിച്ചോണ്ട് വന്നാൽ 2 ആഴ്ച 3 ആഴ്ച ഇരുന്ന് വെയിലുള്ളൂ. ആട്ടിത്തെളിച്ചോണ്ട് വരുന്നവർ ഒരു ദിവസം ഇരിക്കും, 2ാമത്തെ ദിവസം പോകും. ഇത് ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നത്. അത് ആട്ടിത്തെളിച്ച് അങ്ങനെ വരുമോ? അതൊക്കെ ഒരു ഇടതുപക്ഷത്തിൽ നിന്നുള്ള അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വളരെ മോശമാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഈ സമരം നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ PSC വർക്കേഴ്സിൻ്റെ ശമ്പളം വർദ്ധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ ശമ്പളം ആവശ്യപ്പെടാതെ തന്നെ വർദ്ധിപ്പിക്കുന്നത്. ആ ഒരു നിലപാടിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്? ആ നിലപാടിനോട് ഞങ്ങളല്ലല്ലോ, ഈ കേരളത്തിലെ മുഴുവൻ ആളുകളും പ്രതികരിച്ചില്ലേ. ഇത് വളരെ നീതികേടാണ് കാണിച്ചത്.